ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ ഇന്ന് കൊച്ചിയിലോട്ട് ഒത്തിരി സ്പെഷ്യലായിട്ടുള്ളൊരു ട്രിപ്പ് പോവാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു. ആദ്യമായിട്ട് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് ഒരു വ്ളോഗർ അല്ലാത്തതുകൊണ്ട് കണ്ടില്ലേ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ടെൻഷനായിരുന്നു. ബട്ട് ഫസ്റ്റ് സ്റ്റേജ് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ അപ്പോഴേക്കും നമ്മൾ തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ എത്തി. ഇവിടുന്ന് 3 പേരും കൂടി എടുക്കാനുണ്ട്. ദേ ഈ 3 ഇവരെൻ്റെ അമ്മ വീട് കസിൻസാണേ. അങ്ങനെ ആടിപ്പാടി ഞങ്ങൾ കൊച്ചിയിലെത്തി. ഞാനിവിടെ നമ്മുടെ കൊച്ചിയിലെ കുഫോസിൽ 2 കൊല്ലം പഠിച്ചതാണ്. പക്ഷേ പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും എപ്പോഴും സ്റ്റേ ചെയ്യാൻ ചൂസ് ചെയ്തിരുന്നത് കൊച്ചി നഗരസഭയുടെ ഷീലോഡ്ജ് ഹോസ്റ്റലായിരുന്നു. നമുക്ക് ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, കംഫർട്ടബിളാണ്. സോ ആ ഓപ്ഷൻ തന്നെ ഇത്തവണയും ചൂസ് ചെയ്തു. അങ്ങനെ റൂമിൽ കയറി ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങളൊന്ന് ഫ്രഷായി. പിന്നീട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് വേഗം ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികളെന്ന് ആലോചിച്ച് ഞങ്ങളിങ്ങനെ നടക്കുക. മെട്രോ കയറി പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ ട്രിപ്പ് ഒത്തിരി സ്പെഷ്യലാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് ഓർക്കുന്നില്ലേ? കാരണം എന്താണെന്നറിയോ? എൻ്റെ അമ്മ വീട്ടിൽ ഞങ്ങൾ 5 ഗേൾസ് കസിൻസാണേ. കസിൻസ് ആണെങ്കിലും ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് പോലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടേതായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് വേണം, നമുക്ക് യാത്ര പോകണം, അങ്ങനെ കുറേ പ്ലാനിങ് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ കാലം ഇത്ര കഴിഞ്ഞിട്ടും പഠിപ്പിനും ജോലിക്കും മറ്റുമായി പല സിറ്റീസിൽ ഞങ്ങൾ തനിയെ യാത്ര പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടുകാർ പറഞ്ഞിരുന്നത് നിങ്ങൾ 5 പേരും അങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് പോകണ്ടെന്നാണ്. കേട്ടോ, 5 പേരും കൂടെ ഒറ്റയ്ക്ക്. 5 പേരെങ്ങനെ ഒറ്റയ്ക്കാവുന്നത് അല്ലേ? അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ഈ റെവല്യൂഷണറി ട്രിപ്പ് ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ്. പ്ലാൻ ചെയ്തെന്ന് പറയുമ്പോൾ മറ്റൊരു പ്ലാൻ നടക്കാതെ പോയിട്ട് ഇങ്ങനൊരു പ്ലാൻ ആയി മാറിയതെന്ന് പറയുന്നതായിരിക്കും സത്യം. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണിയാണ് കഴിച്ചിട്ടുള്ളത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ബിക്കോസ് നല്ല വിശപ്പുണ്ട്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ സംഗതികൾ നടക്കാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ 5 പേരെന്ന് പറഞ്ഞിട്ട് ഇതിൽ 4 പേരെ കാണുന്നുള്ളതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവല്ലേ? അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചി പോകാനാണ് പ്ലാൻ ചെയ്തത്. നമ്മുടെ സൂപ്പർ ശരണ്യയിലെ സോനാരയെ ഓർമ്മയില്ലേ? ഫ്രണ്ട്സിന് കൊച്ചി കാണിച്ചു കൊടുക്കുന്ന സോനാരയെ. ആ സോനാര ഇവിടെ ഞാനായിരുന്നു കേട്ടോ. പക്ഷേ ഈ സോനാരെ കാണാത്തതും അറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളും കൊച്ചിയിൽ ഇനിയും ഉണ്ടെന്ന് ഈ ട്രിപ്പാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. പൂജ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ വമ്പൻ തിരക്കായിരുന്നു നമ്മുടെ കൊച്ചിയിൽ. അതുകൊണ്ട് വാട്ടർ മെട്രോ പ്ലാൻ ഉപയോഗിച്ച് നമ്മുടെ വൈപ്പിൻ ചെട്ടിയിൽ നിന്ന് വെറും 3 രൂപയ്ക്ക് പ്രകൃതി രമണീയതയും കണ്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി. സ്പോട്ടിലെത്തി കിട്ടിയ പിന്നെ പറയണ്ടല്ലോ, ഫോട്ടോഷൂട്ട്. ആരും അതിൽ പിറകിലല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ദേ കണ്ടില്ലേ എൻ്റെ കുറേ കോപ്രായങ്ങൾ. ഇവർ 3 പേരും സിബ്ലിങ്സാണ്. ഇതാണ് പിന്നെ ഞങ്ങളുടെ ഇൻട്രോവേർട്ട് കൊച്ച്. അങ്ങനെ ബിലാലിൻ്റെ വീടും കണ്ട് ബാക്കി ഫോട്ടോഷൂട്ടും തീർത്തുകൊണ്ട് ഞങ്ങൾ നേരെ കലൂരിലോട്ടാണ് വിട്ടത് കേട്ടോ. കാരണം എന്താണെന്നല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ 5 കസിൻസാണുള്ളതെന്ന്. അതിൽ ഞങ്ങളുടെ വെള്ളിയേച്ചി ഇപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞ് കൊച്ചിയിലാണ് താമസം. ചേച്ചി ഒരു അമ്മയാവാൻ തയ്യാറെടുക്കും കൂടെയാണ് കേട്ടോ. അതുകൊണ്ട് ചേച്ചിയുടെ ഏട്ടൻ്റെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ബട്ട് പല കാരണങ്ങളാൽ അത് നടന്നില്ല. അതുകൊണ്ട് കലൂരിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്ത് വൈറ്റിലയിലുള്ള ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റിലേക്ക് അവർ ഞങ്ങളെ കൊണ്ടുപോയി. പറയാതിരിക്കാൻ വയ്യ, നല്ല ആംബിയൻസും ഫുഡും ആയിരുന്നു അവിടെ. കുറേ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. ഇതാണ് ഞങ്ങളുടെ ചേച്ചി ഏട്ടനും. പിന്നെ നമ്മുടെ അപ്കമിങ് പാരൻസിന് കുറച്ച് ഗിഫ്റ്റും കൂടെ കൊടുക്കാനാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അവരുടെ വരവ് ഇത്തിരി സംശയമായതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് എടുക്കാതെയാണ് ഞങ്ങൾ പുറത്ത് പോയത്. സോ അവർ നാളെ വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളെ റൂമിൽ ഡ്രോപ്പ് ചെയ്ത് അവർ പോയി. പിന്നെ ഇത് നേരം വിളക്കും വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ ഗുഡ് പാർട്ട്. പിന്നെ ഉറങ്ങിയണിക്കുന്നത് വിജയദശമിയുടെ ഈ ചെണ്ടമേളം കേട്ടോണ്ടാണ്. അമ്മേ. പിന്നെ വേഗം ഫ്രഷായി വെക്കേറ്റും ചെയ്ത് ഞങ്ങൾ ലുലുവിലോട്ട് വിട്ടു. ചേച്ചിയേട്ടന് അവിടെ വരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒത്തിരി റഷായതുകൊണ്ട് തന്നെ അവരെ കണ്ടതോ ഗിഫ്റ്റ് കൊടുത്തതോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളെ ബസ്സും കയറ്റി വിട്ടിട്ടാണ് അവർ പോയത്. ഇനി മടക്കയാത്രയുടെ സമയമാണ്. വലിയൊരു ട്രിപ്പ് അല്ലെങ്കിലും അധികം സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദേ തൃശ്ശൂരെത്തി. അവർ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. എനിക്കാണെങ്കിൽ ഇനി എടപ്പാൾ വരെ പോകണം. അപ്പം ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴൊക്കെ നമുക്കായി നമ്മൾ ഇത്തിരി സമയം കണ്ടെത്തണം, യാത്രകൾ പോകണം, സൗഹൃദങ്ങൾ പുതുക്കണം. ഇതേ കണ്ടില്ലേ, ഇത്രയും കാലം ജോലി, കുടുംബം, പ്രാരാബ്ദം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടും റിട്ടയർഡ് ആയപ്പോൾ പോലും നിങ്ങൾ കുട്ടികളില്ലാതെ എങ്ങനെ ഞങ്ങൾ ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞിരുന്ന പാരൻസിനെ അവരുടേതായ സമയം കണ്ടെത്താൻ ഞങ്ങളും വിട്ടു. സോ അവരും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഇനി ഇത്തരം യാത്രകൾ സ്ഥിരമാക്കിയാലോ എന്ന് തന്നെയാണ് ആലോചന. കാരണം യാത്രകൾ നമ്മെ ഒത്തിരി പഠിപ്പിക്കും. ഫിനാൻഷ്യലി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട്
അടുത്ത ട്രിപ്പിൻ്റെ വ്ളോഗുമായിട്ട് വരാം. അൾട്ടിമേറ്റ്ലി നമ്മളല്ലാതെ വേറെ ആരാണല്ലേ നമുക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ ബൈ ഗൈസ്.